ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എന്തോ ചെയ്യേണ്ടത്? ഈ കാർഡ്ബോർഡ് ബോക്സ് നമ്മുടെ പഴയ വേസ്റ്റ് കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ചളങ്ങിയൊക്കെയാണ്, ഇതിനെ കളയാൻ വേണ്ടി ഉദ്ദേശിച്ചാണ്. പക്ഷേ വെച്ച് എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പെൻസിലും പേനയൊക്കെ അവിടെ ഇവിടെ ഇടുന്ന പല സ്ഥലത്തിൽ കാണാം. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു പെൻസിൽ പെട്ടി ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ പെൻസിലും പേനയിരുന്ന ഹോൾഡർ, പെൻ ഹോൾഡർ അല്ലെങ്കിൽ പെൻസിൽ ഹോൾഡർ അതുണ്ടാക്കാം. അപ്പം ആദ്യം ഇതിൻ്റെ ഈ എൻഡൊക്കെ കട്ടിച്ച് കളയാം, കാരണം അത് ഓൾറെഡി ചുളുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് കളഞ്ഞ ശേഷം ഇവനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചാർട്ട് പേപ്പർ ഉപയോഗിക്കാം. ഞാനിപ്പം എൻ്റെ കയ്യിൽ ഈ വരയുള്ള വാക്ക് ഒരേ ഒരു ചാർട്ട് പേപ്പർ, അപ്പോൾ അതിനെ നമുക്കിതിൻ്റെ മുഴുവനും ഒട്ടിക്കണം. അപ്പോൾ ഞാനത് വളരെ ഇച്ചിരി കൃത്യമായിട്ട് കണ്ടിച്ചെടുത്താണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒട്ടിച്ചെടുക്കാം, വലിയ ചാർട്ട് പേപ്പറാണ്. അപ്പോൾ അതിന് ഞാൻ അത്രയും മെഷർമെൻറ്റ് ആദ്യം കണ്ടിച്ചെടുത്തു, കാരണം ബാക്കി ഭാഗത്തെ നമുക്ക് വേസ്റ്റ് ആക്കണ്ട, ബാക്കി ഭാഗത്ത് നമുക്ക് ഓറഞ്ച് ഒട്ടിക്കണ്ടേ. നിങ്ങൾക്ക് വേണേൽ വേറെ കളർ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ ഈ ഗ്ലൂ പുരട്ടിയ ശേഷം ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതൊക്കെ ഒട്ടിച്ച് വേഗം പോയി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. എന്താ ഇങ്ങനെ മടി പിടിക്കുന്നേ? എന്നെയും കൂടെ മടി പിടിപ്പിക്കുമോ? നിങ്ങൾ മടി പിടിച്ച പിന്നെ ഞാനും അങ്ങ് മടി പിടിച്ചല്ലോ, എന്തോന്നിനാ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം 4 സൈഡും ഞാൻ വളരെ കണ്ടിച്ച് വളരെ വിദഗ്ധമായി നമ്മൾ 4 സൈഡും ഒട്ടിച്ചെടുത്തു കേട്ടോ. അപ്പം മോൾ വശം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഒറിഗമി ഷീറ്റാണ് ഒട്ടിച്ചെടുക്കുന്നത്, കാരണം ചാർട്ട് പേപ്പറിലായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊരു പ്ലെയിൻ അല്ലേ അതുള്ളൂ. അപ്പം നമ്മുടെ താഴത്തെ വശത്ത് ഒട്ടിക്കാനില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതുപോലെ തന്നെ ഒരു ഒറിഗമി ഷീറ്റ് ഗ്രീനാണ് എടുത്ത് കേട്ടോ. ഗ്രീനും ഓറഞ്ചും ഒരു നല്ല കോമ്പിനേഷൻ അല്ലേ, അതുകൊണ്ട് ആ പ്ലിക്കന്നെ വെച്ച് ഒട്ടിക്കാൻ നോക്കാം. അപ്പം എന്തുണ്ട് വിശേഷമൊക്കെ? ഗ്ലൂ ഒക്കെ ആവശ്യത്തിന് തേച്ചോ. ഞാൻ ഇച്ചിരി പിശി കാണിക്കുന്നത് തോന്നുന്നു, കാരണം അതിനകത്ത് ഗ്ലൂ തീരാറായിട്ടോ. പിന്നെ ഗ്ലൂ വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ 4 സൈഡും ഇതിനെ ഒട്ടിച്ച് ഇങ്ങനെ മുകളിലോട്ട് ഇച്ചിരി ബോർഡർ പോലെ വരുന്നവരൊട്ടിക്ക്. അപ്പോൾ ആണ് താഴെ ഗ്രീൻ ഒട്ടിച്ചായിരുന്നു അറിയണ്ടേ ഒന്ന്. അപ്പം അതിന് വേണ്ടി കേട്ടോ. അപ്പം ഒട്ടിക്കുക. നിങ്ങൾ എന്താ ഇങ്ങനെ പിണങ്ങിയിരിക്കുവാണെന്നുകൊണ്ടാണോ? ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നേ. പിന്നെ കൂട്ടുകാരോടൊക്കെ ചെറിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇത്ര ഇടും. ഇനിയിപ്പോൾ ഇതൊരു പ്ലെയിൻ ആയിട്ടിരിക്കും, നമുക്കിതിന് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. ഇതുകൊണ്ട് ഇത് എൻ്റെ പണ്ടത്തെ ഒരു ഹെയർ ബാൻഡിൻ്റെ സാധനം ഇവിടെ കളന്ന് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒട്ടിക്കാം. അത് താഴെ ഒട്ടിക്കണം മുകളിൽ ഒട്ടിക്കുന്നുള്ള കൺഫ്യൂഷനാണ്, ഒന്നും പ്ലാൻ ചെയ്തില്ല. എന്തായാലും ആദ്യം നമുക്കിതിനെ ഒന്ന് ഒരു ക്യൂട്ടായിട്ട് മാറ്റാം, ഒരു കുട്ടപ്പനാക്കി മാറ്റാം. ഒരു കുട്ടി കണ്ണൊക്കെ വരച്ച്, കണ്ണും മൂക്കൊക്കെ വരയ്ക്കുമ്പോഴത്തേനും അവന് ഇച്ചിരി ഒരു ജീവൻ വെച്ച പോലെ തോന്നത്തില്ലേ. അപ്പോൾ ആദ്യം കണ്ണ് രണ്ടും വരച്ചു, ബ്ലാക്ക് വെച്ച് വരച്ച്, സ്കെച്ച് പെൻ വെച്ചു. അതിന് ശേഷം ഒരു ചെറിയ മൂക്കും കുഞ്ഞു വായും വരച്ച ശേഷം ഇത് ക്യൂട്ടി പെൺകുട്ടി ആയിട്ട് വെക്കാം. ഹെയർ ബാൻഡ് വെക്കുന്നത് പെൺപിള്ളേരല്ലേ, അപ്പം നമുക്കൊരു കുഞ്ഞു പെൺകുട്ടിയെ വരയ്ക്കാം. നമ്മുടെ ബോക്സ് പെണ്ണാണെന്ന് വിചാരിച്ചോ. വൈറ്റ് വെച്ചിട്ട് വൈറ്റ് വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാനെന്നെ വരച്ചും വേറൊരു സാധനം ഒട്ടിച്ച്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ ബാൻഡ് വെക്കാം. ഇപ്പം നമ്മുടെ കറക്റ്റ് ഹെയർ ബാൻഡ് പോലെ തോന്നും, മറ്റേ വേറൊരു ഡെക്കറേഷൻ മാത്രമേ. ഇപ്പോൾ തൊട്ട് നമ്മുടെ ഹെയർ ബാൻഡിനകത്ത് വെച്ചു. ഇനി ആ കുഞ്ഞി ബോയും കൂടെ വെക്കണ്ടേ, വേസ്റ്റ് ആക്കണ്ടേ നമുക്ക്. ഉണങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൊളിഞ്ഞു പോകും, അതുകൊണ്ട് നമ്മൾ നല്ലോണം ഉണക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഇത് ഉണങ്ങി, ഇനി അടുത്ത് നമ്മുടെ ഈ കുഞ്ഞ് ഹെയർ ബാൻഡും കൂടെ, ഈ ഹെയർ ബോയും കൂടെ അതിനകത്ത്. ഇത് രണ്ടും ഞാൻ ഹാൻഡ് മെയ്ഡായിട്ടൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയപ്പം ബാക്കി വന്നതാണേ. അപ്പോൾ അവൾ മോളുടെ ബാൻഡായിരുന്നതാണ്, അപ്പോൾ അതിനടുത്തിട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെയിട്ട് ക്യൂട്ടിയില്ല, എന്ത് രസമാണ്. ഇതിനകത്ത് ഇനി നമുക്ക് ഇഷ്ടംപോലെ പെൻസിലോ പേനയോ എന്താണെന്ന് വെച്ചാൽ ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറേജ് ബോക്സായിട്ട് ഇരിക്കുക. ഇപ്പം ഞാൻ പെൻസിലും പേനയായിട്ടിരിക്കുകയാണ്. എപ്പോഴും പിള്ളേരുടെ പെൻസിൽ അവിടെ ഇവിടെ കിടക്കും, അവിടെയൊക്കെ കിടക്കുക, അവിടെ ഇവിടെ കിടക്കുന്നതിന് എടുത്ത് വെക്കുക. അപ്പം വേഗം പോയി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോ വേഗം തന്നെ ഇടുന്നതാണ്. നിങ്ങളെല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. വേഗം തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.